എല്ലാ ഏകാധിപതികളെയും പോലെ അവസാനം ഷെയ്ഖ് ഹസീനക്കും ജനകീയ പ്രക്ഷോഭത്തിന് മുമ്പിൽ മുട്ടുമടക്കേണ്ടി വന്നു. പാർലമെന്റിലെ ഭൂരിപക്ഷം കൊണ്ട് ജനവികാരത്തെ അട്ടിമറിക്കാൻ കഴിയില്ല എന്ന പാഠമാണ് ബംഗ്ലാദേശിൽ നിന്നും നരേന്ദ്രമോദി പഠിക്കേണ്ടത്. പ്രതിപക്ഷമില്ലാത്ത ഭരണം ഇതായിരുന്നു ഷെയ്ഖ് ഹസീനയുടെ സ്വപ്നം. അവർ അതിൽ വിജയിക്കുകയും ചെയ്തിരുന്നു. തുടർച്ചയായി അധികാരം ലഭിച്ചതിൻ്റെ ഗർവും ഹുങ്കും എല്ലാം അവരുടെ ബോഡി ലാംഗ്വേജിൽ പ്രകടമായിരുന്നു. ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തോടെ പാകിസ്ഥാന്റെ ഭാഗമായിരുന്നു ബംഗ്ലാദേശ്. 1971 പാകിസ്ഥാനിൽ നിന്നും മോചനം നേടി സ്വതന്ത്ര ബംഗ്ലാദേശ് രൂപപ്പെടുന്നത്. പുതിയ ബംഗ്ലാദേശിന് ഇന്ത്യയുടെ ഇന്ദിരാഗാന്ധിയുടെ എല്ലാ ആശീർവാദവും അനുമോദനവും പിന്തുണയും ഉണ്ടായിരുന്നു. അയൽ രാജ്യമെന്ന നിലയിൽ ഇന്ത്യയുമായി നല്ല ബന്ധമാണ് ബംഗ്ലാദേശിനുള്ളത്. വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾക്കൊടുവിലാണ് ഹസീനക്ക് രാജിവെച്ച് നാടുവിടേണ്ടി വന്നത്. 1971 സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതിയ ആളുകൾക്ക് സർക്കാർ ജോലികളിൽ റിസർവേഷൻ നൽകിയിരുന്നു. അത് അപ്പോൾ ന്യായമായ അവകാശവുമായിരുന്നു. 1992 ബംഗ്ലാദേശ് വിമോചന സമരത്തിൽ പങ്കെടുത്ത സ്വതന്ത്ര സമര സേനാനികളുടെ മക്കൾക്ക് ആ റിസർവേഷൻ തുടർന്നു. 2010 വീണ്ടും ആ സംവരണം സ്വതന്ത്ര സമര സേനാനികളുടെ പേരക്കുട്ടികൾക്കും നൽകാൻ തീരുമാനിക്കുന്നു. 3ാം തലമുറയിലേക്കും സംവരണം നീണ്ടപ്പോൾ ബംഗ്ലാദേശിൽ പ്രക്ഷോഭവും വിമർശനവും തുടങ്ങി. അന്യായമായ ഈ റിസർവേഷൻ അവസാനിപ്പിക്കണമെന്ന് വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടു. 2018 പിൻവലിച്ച ഈ റിസർവേഷൻ ഹൈക്കോടതി വിധിയിൽ വീണ്ടും പുനഃസ്ഥാപിച്ചു. വിദ്യാർത്ഥികൾ പ്രക്ഷോഭത്തിനിറങ്ങി. ഷെയ്ഖ് ഹസീന സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കെതിരെ അവരെടുത്ത നിലപാട് വളരെ സ്വേച്ഛാധിപത്യപരവും ധിക്കാരപൂർവവുമായിരുന്നു. സമരം ചെയ്യുന്നവർ രാജ്യദ്രോഹികളാണെന്ന് പ്രഖ്യാപിച്ചു. സ്വാതന്ത്ര്യ സമര സേനാനികളുടെ മക്കൾക്കല്ലാതെ രാജ്യത്തെ ഒറ്റുകൊടുത്ത റോസാക്കാർ അവരുടെ മക്കൾക്കാണോ സംവരണം ഏർപ്പെടുത്തേണ്ടത്? ബംഗ്ലാദേശ് വിമോചന സമരക്കാലത്ത് പാകിസ്ഥാന്റെ ഒപ്പം നിന്ന ആളുകളാണ് റോസാക്കാർ. ഈ ചാപ്പയടി വിദ്യാർത്ഥികൾക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. CAA സമരക്കാലത്ത് നരേന്ദ്രമോദി അവരുടെ ഡ്രസ് നോക്കിയാൽ ആളുകളെ തിരിച്ചറിയാം എന്ന് പറഞ്ഞ അതേ രീതിയാണ് ഹസീനയും സ്വീകരിച്ചത്. കർഷകർ പ്രക്ഷോഭത്തിലേർപ്പെട്ടപ്പോൾ BJPക്കാർ പറഞ്ഞത് അവർ ഖലിസ്ഥാൻ വാദികളാണ് എന്നാണ്. സമരം ചെയ്യുന്നവരോട് സ്വേച്ഛാധിപതികളായ ഭരണാധികാരികളും ഫാഷിസ്റ്റ് ഭരണകൂടവും വർഗീയ ശക്തികളും എപ്പോഴും സ്വീകരിക്കുന്ന സമീപനം ഇത് തന്നെയായിരിക്കും. തൻ്റെ ഇഷ്ടക്കാരെയും വേണ്ടപ്പെട്ടവരെയും ജോലിയിൽ തിരികെ കയറ്റാൻ സംവരണത്തിൻ്റെ ആനുകൂല്യം അവാമി ലീഗും ഷെയ്ഖ് ഹസീനയും ഉപയോഗപ്പെടുത്തിയിരുന്നു. സുപ്രീം കോടതി ആ സംവരണം 5% ചുരുക്കിയെങ്കിലും ഷെയ്ഖ് ഹസീനയുടെ സ്വേച്ഛാധിപത്യപരമായ നിലപാടിനെതിരെ വിദ്യാർത്ഥികൾ പ്രക്ഷോഭം വീണ്ടും തുടങ്ങി. BJPയുടെയും സംഘപരിവാറിന്റെയും RSSന്റെയും ഗുണ്ടകളെ ഉപയോഗിച്ച് സമരക്കാരെ നേരിടുന്ന അതേ രീതി ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിൽ പ്രയോഗിച്ചു. പ്രക്ഷോഭത്തിലേർപ്പെട്ട വിദ്യാർത്ഥികളെ നേരിടാൻ തോക്കേന്തിയ അവാമി ലീഗിന്റെ ഗുണ്ടകൾ തെരുവിലിറങ്ങി. CAA പ്രക്ഷോഭകാലത്ത് അനുരാഗ് താക്കൂറും BJP നേതാക്കളും ഗോലിമാറോ, കൊന്നുകളയോ പ്രക്ഷോഭകാരികളെ എന്ന് പറഞ്ഞ് കലാപാഹ്വാനം ചെയ്ത് ഡൽഹിയിലെ തെരുവിൽ സമരക്കാരെ നേരിട്ട സമാന രീതിയിൽ വിദ്യാർത്ഥി പ്രക്ഷോഭകരെ ധാക്കയിലെ അവാമി ലീഗിന്റെ ഗുണ്ടകൾ വിദ്യാർത്ഥികളെ നേരിട്ടു. വിദ്യാർത്ഥികൾ സമരം കടുപ്പിച്ചുകൊണ്ട് ഒരൊറ്റ കാര്യം പറഞ്ഞു: ഏകാധിപതിയായ ഷെയ്ഖ് ഹസീന രാജിവെക്കണം, സ്റ്റെപ്പ് ഡൗൺ ഹസീന, ഷൂട്ട് അറ്റ് ദ സൈറ്റ്, കണ്ടാൽ വെടിവെക്കുക എന്ന ഓർഡറായിരുന്നു ഷെയ്ഖ് ഹസീന നൽകിയിരുന്നത്. സമരം നടത്തുന്ന തങ്ങളുടെ പൗരന്മാരെ രാജ്യദ്രോഹികളെന്ന് വിളിക്കാനോ അവരെ വെടിവെക്കാനോ തയ്യാറല്ലെന്ന നിലപാട് സൈന്യം സ്വീകരിക്കുകയുണ്ടായി. നരേന്ദ്രമോദിയും രജപക്സെയും ഷെയ്ഖ് ഹസീനയും എല്ലാം ഒരേ തൂവൽ പക്ഷികളാണ്. ജനാധിപത്യപരമായ
പ്രക്ഷോഭങ്ങളെയും സമരങ്ങളെയും ജനങ്ങളുടെ ആവിഷ്കാരങ്ങളെയും അടിച്ചമർത്താൻ ശ്രമിക്കുന്ന ഏകാധിപതികൾ. ഷെയ്ഖ് ഹസീന ബീഗം ഖാലിദാസിയെ ജയിലിലടക്കുകയാണ് ഉണ്ടായത്. അരവിന്ദ് കെജ്രിവാളിനെയും പ്രതിപക്ഷ നേതാക്കളെയും ജയിലിലടച്ച നരേന്ദ്രമോദിയുടെ അതേ സമീപനം. വിയോജിക്കാനും പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്തുവാനുമുള്ള അവകാശം എവിടെ അവസാനിക്കുന്നുവോ അവിടെ ജനാധിപത്യത്തിന്റെ മരണമണി മുഴങ്ങിയെന്നാണ് അർത്ഥം. ബംഗ്ലാദേശിലെ സമരത്തെ വേറെ ഒരു ആംഗിളിലൂടെ കാണാനാണ് ഇന്ത്യയിലെ BJPയും RSSും ശ്രമിക്കുന്നത്. നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ജനാധിപത്യ വിരുദ്ധരായ മുഴുവൻ ഭരണാധികാരികൾക്കും ഷെയ്ഖ് ഹസീനയിൽ പഠിക്കാൻ ഏറെ പാഠങ്ങളുണ്ട്. എല്ലാവരെയും അടിച്ചമർത്തി പ്രതിപക്ഷത്തെ ഇല്ലാതാക്കി പാർലമെന്റിലെ ഭൂരിപക്ഷം കൊണ്ട് ജനഹിതത്തെ അട്ടിമറിക്കാൻ കഴിയില്ല എന്ന മഹത്തായ പാഠം. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ. താങ്ക് യു.